സ്ഥിരമായിട്ടുണ്ട്. കാർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് സ്ഥിരമായിട്ടുണ്ട്. പരാതിയൊക്കെ പറഞ്ഞിരുന്നു. ഇത് എത്രയും ഇങ്ങനെ അപകടം സംഭവിക്കാൻ തുടങ്ങിയിട്ട്? അപകടം സംഭവിച്ച് കുറെ ഇപ്പം ഈ നാഷണൽ ഹൈവേ വന്നില്ലേ, അതിന്റെ ശേഷം തുടങ്ങിയതാണ്. ഈ മരണം സംഭവിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെയാണോ ഇത് ഇവിടെ? ഇവിടെ മരണം സംഭവിക്കണം ആദ്യമായിട്ടാണ്, ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ മുന്നേ കാറ് ഇതൊക്കെ നമുക്ക് വരുന്ന വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്, ഇങ്ങോട്ട് കയറി പോരാൻ. നിങ്ങൾ ഈ നാട്ടുകാരനാണ്? അതെ. ഇവിടെ നിരന്തരം ഇത്ര പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. വണ്ടികൾ ഓവർ സ്പീഡാണ്. പിന്നെ ഇവിടെ ഹൈവേ ചുരുങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. കാരണം ഈ റോഡിലെ ഈ പ്രദേശവാസിയാണ് സംസാരിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നു, വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടേക്ക് വാഹനങ്ങളായിട്ട് വരാൻ കഴിയുള്ളൂ. വാഹനങ്ങളുടെ അമിത വേഗത, ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും, അതായത് അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. ഇത് ഇപ്പോൾ ഒരു മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് ഇത്തരം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ തുടരുന്നു എന്ന് പല തവണ അധികൃതരെ അറിയിച്ചതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കോ അല്ലെങ്കിൽ അതേക്കുറിച്ചൊന്ന് ആലോചിക്കുന്നതിനോ ഒരു കൂടിയാലോചന നടത്തുന്നതിനോ തന്നെ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. ഇപ്പോൾ അത് ഒരു മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. 26ഓളം പേർക്ക് പരിക്ക് ഏൽക്കുന്ന സാഹചര്യത്തിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. രുചിഷ, ഷാദുമാർ, അതിൻ്റെ സമീപത്തുള്ള ആ താഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ സ്ഥലത്താണ് ആ വാഹനം മറിഞ്ഞു നിന്നിരുന്നത്. വലിയ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് അവിടെ ഒരു വാഹനം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ MLA അല്പസമയം മുൻപ് പറയുന്നുണ്ടായിരുന്നു, ഇത് 2 വരിയായി മാറുന്ന തരത്തിലേക്ക്, 3 വരി ആയ റോഡ് 2 വരിയായി മാറുന്ന തരത്തിലേക്കൊരു പ്രശ്നം അവിടുത്തെ അലൈൻമെൻറ്റിന് തന്നെ ഉണ്ട് എന്ന് പറയുന്നു. സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമായി അത് മാറാനുള്ള ഒരു കാരണം അതാണ് എന്ന് പറയുന്നു.